ഹലോ ട്രേഡേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണ്? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻട്രാഡേ ട്രേഡിംഗ്. എന്താണ് ഇൻട്രാഡേ ട്രേഡിംഗ്? എങ്ങനെ നമുക്ക് ഇൻട്രാഡേ ട്രേഡിംഗ് ചെയ്യാം? അതേപോലെ സ്റ്റോക്ക് എങ്ങനെ ബൈ ചെയ്യാം, പിന്നെ സ്റ്റോക്ക് സെല് ചെയ്യാം, ഫൈസിലൂടെ എങ്ങനെ ഇൻട്രാഡേ ആയിട്ട് നമുക്ക് സ്റ്റോക്ക് വാങ്ങാം, അതേപോലെ ഇൻട്രാഡേ സ്റ്റോക്ക് എങ്ങനെ സെല് ചെയ്യാം, ഇതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് മുമ്പ് നമ്മളെ വീഡിയോ, അതായത് ഈ വീഡിയോ ലൈക്ക് ചെയ്ത ആരെയും കാണുന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം. അത് ഇതേപോലെ നിങ്ങളെ പോലെ ആവശ്യമുള്ള കൂടുതൽ ആൾക്കാർക്ക് എത്തിക്കാൻ ഒരു കാരണമാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അതേപോലെ നമ്മുടെ ചാനൽ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്നും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എന്താണ് ഇൻട്രാഡേ ട്രേഡിംഗ്? മനസ്സിലായി? എന്താണ് ഇൻട്രാഡേ ട്രേഡിംഗ്? ഏതെങ്കിലും ഒരു സ്റ്റോക്ക്, അതേപോലെ ഏതെങ്കിലും ഒരു കമ്പനിയുടെ സ്റ്റോക്ക് ഇന്ന് തന്നെ വാങ്ങി ഇന്ന് തന്നെ വിൽക്കുന്നതിനെയാണ് ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് ഇന്ന് നമ്മൾ സ്റ്റോക്ക് വാങ്ങി, അതായത് 9:15 ആകുമ്പോൾ മാർക്കറ്റ് ഓപ്പൺ ആവും. അപ്പോൾ നമ്മളൊരു 9:15 മാർക്കറ്റ് ഓപ്പൺ ആയി ഒരു 9:20 നമ്മൾ സ്റ്റോക്ക് വാങ്ങി. ഓക്കെ, റിലയൻസിൻ്റെ ഒരു സ്റ്റോക്ക് നമ്മൾ വാങ്ങി. ആ സ്റ്റോക്ക് ഇന്ന് 3:15 മുമ്പായിട്ട് നമ്മൾ വിൽക്കണം. 3:30 വരെ മാർക്കറ്റ് ഉണ്ട്, പക്ഷേ ഇൻട്രാഡേ 3:15 വരെ പോകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ 3:15 മുമ്പ് നമ്മൾ എന്ത് ചെയ്യും, വിൽക്കണം. അങ്ങനെ 3:15 മുമ്പ് വിൽക്കുന്നതിനാണ് ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് തന്നെ വാങ്ങി ഇന്ന് തന്നെ വിൽക്കുന്നതിനാണ് ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിനാണ് ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഏത് സ്റ്റോക്കും സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ലിവറേജും കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ, സാധാരണ ഇപ്പോൾ നിങ്ങളൊരു സ്റ്റോക്ക് 400 സ്റ്റോക്ക് വാങ്ങുന്നുണ്ടെങ്കിൽ അത് ഡെലിവറിയിൽ വാങ്ങാൻ 400 തന്നെ കൊടുക്കേണ്ടി വരും. പക്ഷേ ഇൻട്രാഡേ ആയിട്ട് വാങ്ങുമ്പോൾ അതിന് ലിവറേജും കാര്യങ്ങളൊക്കെ കൊടുക്കും. അതിന് നമുക്ക് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ വാങ്ങാം. അപ്പോൾ 400 രൂപയ്ക്ക് തന്നെ ചിലപ്പോൾ ഒരു 5 സ്റ്റോക്കോ കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ, അങ്ങനെ ഇൻട്രാഡേ ട്രേഡിംഗ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മൾ അതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻട്രാഡേ ട്രേഡിങ്ങിനെ കുറിച്ച് കാര്യങ്ങൾ പറയാം. ഇന്ന് തന്നെ വാങ്ങി ഇന്ന് തന്നെ വിൽക്കുന്നതിനെയാണ് ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പം ഇതിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടാൻ, അതായത് പ്രോഫിറ്റ് ഡെയിലി പ്രോഫിറ്റ് ഉണ്ടാക്കാനും ചാൻസ് ഉണ്ട്, അതിൽ ലോസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം ഇതിൽ പ്രോഫിറ്റ് കിട്ടുന്നത് കണ്ടാണ്ടായിരിക്കും അധികം ആൾക്കാർ എന്ത് ചെയ്യുക, ഇതിലേക്ക് വരിക. മനസ്സിലായില്ലേ? പ്രോഫിറ്റ് ഇന്ന് കൂടുതൽ പ്രോഫിറ്റും കാര്യങ്ങളും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അധികം പേരും ഇതിലേക്ക് വരിക, ബിഗിനേഴ്സ് ആയിട്ടുള്ള അധികം ആൾക്കാർ ഇതിൽ വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ ലോസും വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, പിന്നെ നമ്മൾ ഇതിൽ വന്നിട്ടുള്ള കുറേ പേര് എന്താ ചെയ്തെന്ന് വെച്ചാൽ ആദ്യം വന്നിട്ട് പ്രോപ്പറായിട്ട് കാര്യങ്ങളൊന്നും അറിയാതെ എന്ത് ചെയ്യും, ട്രേഡും കാര്യങ്ങളും എടുത്തിട്ട് ലോസും കാര്യങ്ങളൊക്കെ വരുത്തും. ഓക്കെ, അങ്ങനെ ലോസും കാര്യങ്ങളും വരുത്തിയിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്തിട്ട് ലോസാണ് അങ്ങനെ കാര്യങ്ങളൊക്കെ പറയും. അതായത് സ്റ്റോക്ക് മാർക്കറ്റ് നമുക്ക് പറ്റിയ പണിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, അവർ നിർത്തി പോകും. ഓക്കെ, അങ്ങനെ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. ഈ സ്റ്റോക്ക് മാർക്കറ്റ് നമുക്ക് ഇൻട്രാഡേ പറ്റത്തില്ല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, എന്താ അറിയില്ല നമുക്ക് സെറ്റാകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിർത്തി പോയിട്ടുള്ള കുറേ പേരും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റ് നമുക്ക് ലെവലിൽ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെ വെച്ച് റിസ്ക് മാനേജിലൊക്കെ കറക്റ്റ് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെയിലി നമുക്ക് നല്ല പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഇൻട്രാഡേ സ്റ്റോക്കിൽ നിന്ന് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ ഇൻട്രാഡേ സ്റ്റോക്ക് ബൈ ചെയ്യുക, അതുപോലെ ഇൻട്രാഡേ സ്റ്റോക്ക് എങ്ങനെ സെല് ചെയ്യാം എന്ന് നോക്കിയാലോ? ഓക്കെ, നമ്മൾ ഫയേഴ്സിൻ്റെ ഇതിലാണ് ഇന്നിപ്പോൾ നോക്കുന്നത്. ഇനിയിപ്പോൾ ഗ്രോൻ്റെ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം, അതേപോലെ അപ്ഷോസിൻ്റെ പറയാം, അതുപോലെ നമുക്ക് സെറോദൻ്റെ ഉണ്ട്, ഒക്കെ ഉണ്ട്. അപ്പം ഡെന്നിലൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതിലാണ് വേണ്ടതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. ഓക്കെ, നമ്മൾ സ്റ്റോക്ക് ബൈ ചെയ്യുന്നതിന് സ്റ്റോക്ക് സെല്ല് ചെയ്യുന്നതിന് വീഡിയോസ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്കും കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, ലാസ്റ്റ് എൻ്റെ കാർഡിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതിൽ പോയിട്ട് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം ഇവിടെ നമ്മൾ നോക്കുന്നത് നമുക്കങ്ങനെ സ്റ്റോക്ക് ഇൻട്രാഡേ ആയിട്ട് സ്റ്റോക്കും കാര്യങ്ങളും വാങ്ങാം. ഓക്കെ, ഇവിടെ നമ്മൾ അടിയിലായിട്ട് ഹോം പേജിൽ ഇങ്ങനെ കിട്ടും. ഹോം പേജിൽ ഇതേപോലെ കാര്യങ്ങളൊക്കെ കിട്ടുന്നത് നിങ്ങൾക്ക് കാണാം. ഓക്കെ, നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേ ഒരു ഇൻ്റർഫേസ് ആയിട്ട് കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ സെർച്ച് ചെയ്യാം. അവിടെ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ജസ്റ്റ് സ്റ്റോക്കിന് ഇതാക്കി വെക്കുക, സെലക്ട് ചെയ്ത് വെക്കുക. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം, ജസ്റ്റ് ഏതെങ്കിലും സ്റ്റോക്ക് അടിക്കുക. അപ്പം ഞാൻ റിലയൻസ് അടിച്ച് വെക്കുക. ഓക്കെ, റിലയൻസിനോട് അടിച്ചിട്ടുണ്ട്. ഓക്കെ, റിലയൻസിൻ്റെ സ്റ്റോക്കിനെ അവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, റിലയൻസിൻ്റെ ഈ സ്റ്റോക്കാണ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇവിടെ നമ്മൾ ഈ റിലയൻസിൻ്റെ സ്റ്റോക്ക് ബൈ ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ബൈ കൊടുത്തു. അതിന് ശേഷം ഇവിടെ റൂളിൽ നിങ്ങൾക്ക് കാണാം ഡെലിവറി ആൻഡ് ഇൻട്രാഡേ ആയിട്ട് കിടക്കുന്നത്, അതുപോലെ MTF എന്നതായിട്ട് കിടക്കുന്നത് കാണാം. ഓക്കെ, ഇവിടെ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഇൻട്രാഡേ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇൻട്രാഡേ ക്ലിക്ക് ചെയ്യുക. ഇൻട്രാഡേ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു സ്റ്റോക്ക് നമ്മൾ വാങ്ങാന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്നത് എത്ര, 200
83 രൂപയാണ്. ഈ റിലയൻസിൻ്റെ വില എത്രയാണ്? 1415 കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, അതായത് നമ്മൾ ഇൻട്രാഡേറ്റ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ലിവറേജും കാര്യങ്ങളും കിട്ടും. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ ലിവറേജും കാര്യങ്ങളും കിട്ടുന്നത് ഇതിലാണ്, ഇൻട്രാഡേ. 5 ഇയേഴ്സ് വരെ നമുക്ക് എന്ത് ചെയ്യും, ലിവറേജും കാര്യങ്ങളും കിട്ടും. പക്ഷെ ഡെലിവറിയിൽ നമ്മൾ എടുക്കുമ്പോൾ നമുക്കൊരു ക്വാണ്ടിറ്റിക്ക് 1415 രൂപ തന്നെ കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇൻട്രാഡേ എടുക്കുമ്പോൾ നമ്മൾ ആകെ 283 രൂപ മാത്രം കൊടുത്താൽ മതി. ഓക്കെ, ഇവിടെ ഞാനൊരു 50 ഒരു 10 സ്റ്റോക്ക് എടുക്കാമെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, 10 ഇവിടെ എടുക്കാമെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ എനിക്ക് വരുന്നത് 2834 രൂപയായിട്ട് വരുന്നുള്ളൂ. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, എൻട്രി അതായത് ക്വാണ്ടിറ്റി നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലിമിറ്റ് ഓർഡറിലാണ്, ലിമിറ്റ് ഓർഡറിൽ കൊടുക്കാം. എത്ര രൂപക്ക് നമുക്ക് വേണ്ടെന്നുള്ള ആ ലെവലിൽ ഇവിടെ പ്രൈസ് അടിച്ചു. അതായത് നമ്മൾ ഒരു 400 വാങ്ങുന്നത് വിചാരിച്ച് 400 നമ്മൾ കൊടുത്തു. നമ്മൾ പിന്നെ ഇവിടെ ഷോ അഡ്വാൻസ് എന്ന് കൊടുക്കുക. അതിൽ നമുക്ക് എന്ത് ചെയ്യാം, ബ്രാക്കറ്റ് എന്നുണ്ടാവും. അതായത് ഇവിടെ കവർ അതിന് ബ്രാക്കറ്റ് എന്നുള്ളത്, ആ ബ്രാക്കറ്റ് കൊടുത്തതിന് ശേഷം നമ്മൾ സ്റ്റോപ്പ് ലോസും കാര്യങ്ങളും, അതായത് നമ്മൾ 400 വാങ്ങി 90 10 പോയിന്റ് നമ്മൾ എന്ത് ചെയ്തു, സ്റ്റോപ്പ് ലോസ് വെച്ചു. നമ്മളെ ടാർഗറ്റ് ഒരു 415 നമ്മൾ കൊടുത്തു, 1415 നമ്മൾ കൊടുത്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ജസ്റ്റ് ഇവിടെ ബൈ എന്ന് വരും. ആ ബൈ എന്ന് കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യും, മാർക്കറ്റ് ഓർഡറിൽ അത് കിട്ടും. പക്ഷേ ലിമിറ്റ് ഓർഡറിലായിട്ട് അവിടെ പെൻഡിങ് ഓർഡറിലായിട്ട് കിടക്കും. പെൻഡിങ് ഓർഡറിൽ പറഞ്ഞാൽ നമ്മളിവിടെ അടിയിൽ നിങ്ങൾക്ക് കാണാം മാർക്കറ്റ് വാച്ച് ലിസ്റ്റ് പോർട്ട്ഫോളിയോ ഓർഡേഴ്സ്. അതിൽ ഓർഡേഴ്സ് കൊടുത്താൽ ഈ ഓപ്പണിൽ ഇങ്ങനെ കിടക്കും, പെൻഡിങ്സ് ഓർഡർ ആയിട്ട് കാണിക്കുന്നു. ഓക്കെ, മനസ്സിലായില്ലേ? പെൻഡിങ് ഓർഡർ ആയിട്ട് ഇവിടെ കിടക്കും. അത് ഓപ്പൺ ആയിരുന്നെങ്കിൽ ഇവിടെ ക്ലോസറി ഇതിൽ ഇവിടെ വരും. ഇവിടെ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കൂടി വരും, അതിലായിട്ട് കിടക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇൻട്രാഡേയിൽ സ്റ്റോക്ക് ബൈ ചെയ്യുന്നത്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇൻട്രാഡേയിൽ ലിവറേജും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതേപോലെ ഇതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് കമൻറ്റ് ചെയ്താൽ മതി. നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും ചെയ്യുന്നതാണ്. ഓക്കെ, പിന്നെ നമ്മളെ ട്രേഡിങ്ങിൻ്റെ കോഴ്സിൻ്റെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണല്ലോ. അപ്പോൾ അതിൻ്റെ സംശയം, അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ നമ്പർ വീഡിയോൻ്റെ അടിയിൽ കൊടുക്കുന്നുണ്ട്. അതേപോലെ നമ്മുടെ ചാനലുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിലും എന്ത് കാര്യത്തിനാണെങ്കിലും നിങ്ങൾക്ക് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മുടെ ടീം നിങ്ങൾക്ക് റീപ്ലൈ തരുന്നതാണ്. ഓക്കെ, അപ്പം ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഓക്കെ, ബൈ.